ഹലോ, എല്ലാവരും ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ ഇന്ന് ഇക്കാക്കനെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവാണ് കേട്ടോ. അൽഹംദുലില്ലാ, ഇക്കാക്കൻ്റെ സർജറിയൊക്കെ സക്സസ്ഫുള്ളി കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെയാണ് സർജറി കഴിഞ്ഞത്. ഇന്ന് ഉച്ചയാകുമ്പോഴാണ് ഇക്കാക്കനെ റൂമിലേക്ക് മാറ്റുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് അവിടെ എത്തുന്ന രീതിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് കേട്ടോ. രാവിലെ തട്ടിക്കൂട്ടി ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിയിട്ടുണ്ട്. പുട്ടും പഴം പുഴുങ്ങിയതുമാണ് ഉണ്ടാക്കിയത്. ഇന്ന് ലഞ്ച് ഞങ്ങൾ പുറത്തുനിന്നാണ് കേട്ടോ കഴിക്കുന്നത്. കാരണം അതൊക്കെ വീട്ടിലിരുന്ന് ഉണ്ടാക്കാനുള്ള ഒരു സമാധാനം എനിക്കില്ല. എൻ്റെ മൈൻഡിൽ പെട്ടെന്നൊന്നും ഹോസ്പിറ്റലിൽ എത്തണം എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്നിപ്പോൾ ഇനി വീട്ടിൽ കുക്കിംഗ് ഒന്നും ചെയ്തിരുന്ന് വെറുതെ സമയം കളയേണ്ട, പെട്ടെന്നൊന്ന് ഹോസ്പിറ്റലിൽ എത്തി കിട്ടിയാൽ മതി എന്നേ എൻ്റെ മൈൻഡിലുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും പെട്ടെന്ന് റെഡി ആയിട്ട് ഇറങ്ങുകയാണ്. പോകുന്ന വഴിക്ക് ഞങ്ങൾ ലഞ്ച് കഴിച്ചിട്ടുണ്ട് കേട്ടോ. കുട്ടികൾക്ക് ബിരിയാണി വേണമെന്ന് പറഞ്ഞിട്ട് ബിരിയാണിയൊക്കെ വാങ്ങിക്കൊടുത്ത് അങ്ങനെ ഞാൻ ജസ്റ്റ് ഒരു മീൽസും കഴിച്ചിട്ടാണ് പോകുന്നത്. ഞങ്ങൾ റൂമിലെത്തിയപ്പോൾ കാക്ക എത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ പുറത്തിങ്ങനെ വെയിറ്റ് ചെയ്യാണ്, അകത്തോട്ട് കയറിയിട്ടില്ല. അപ്പോൾ ഒന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോഴേക്ക് കാക്കനെ കൊണ്ടുവന്നു കേട്ടോ. കാണാൻ പറ്റുന്നില്ല, ഭയങ്കര എന്താ പറയുക, അങ്ങനത്തെ ഒരു രീതിയിലാണ് അവൻ കിടക്കുന്നത്, ട്യൂബൊക്കെ ഇട്ടിട്ട്. അപ്പോൾ കണ്ടപ്പോൾ ഭയങ്കര ഒരു എനിക്കറിയില്ലൊക്കെ ഉള്ളിൽ ഇങ്ങനെ എന്തോ പോലെ. എനിക്കറിയാം, എനിക്ക് ഒരുപാട് സർജറി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സർജറി കഴിഞ്ഞ പാടുള്ള അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് ആ ടൈമിൽ എൻ്റെ സർജറി കഴിഞ്ഞപ്പോഴുള്ള എനിക്ക് വയറിനൊരു സർജറി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഞാൻ. പക്ഷേ എൻ്റെ പോലെയല്ല, എന്നേക്കാളും മേജറായിട്ടുള്ള സർജറിയാണ് അവന് കഴിഞ്ഞത്. അപ്പോൾ അതിൻ്റേതായ വലിയ ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ അവൻ സഹിക്കുന്നുണ്ടാവും. ഒരുപാട് വേദനയൊക്കെ ഇങ്ങനെ ഉള്ളിലിങ്ങനെ നന്നായിട്ട് കടിച്ചമർത്തുന്ന ആളാട്ടോ. ഇങ്ങനെ എന്ത് മുറിവോ കാര്യമൊക്കെ ഉണ്ടായാലും അതൊക്കെ നെവർ മൈൻഡായിട്ട് നടക്കുന്ന ഒരാളാണ്. നല്ലോണം പെയിനൊക്കെ സഹിക്കും. അപ്പോൾ ഇതും അങ്ങനെ ആയിരിക്കും. ചിരിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷേ എന്താ പറയുക, അങ്ങനെ ആ കിടപ്പ് കാണാൻ പറ്റുന്നില്ല കേട്ടോ. ആർക്കും പറ്റുന്നില്ല, എല്ലാവർക്കും ഒരു വിഷമമായിരുന്നു പെട്ടെന്ന് കണ്ടപ്പോൾ. പിന്നെ ഇത് ആനമോളൊക്കെ കാക്കൻ്റെ അടുത്ത് പോയി സംസാരിക്കുന്നുണ്ട്. അവൻ സംസാരിക്കുന്നൊക്കെ ഉണ്ട്. മൂക്കിൽ ട്യൂബ് ഇട്ടാലും നമുക്ക് സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, അതൊന്നും കാണിക്കുന്നില്ല കേട്ടോ. പിന്നെന്താ, അവനുള്ള വലിയ ബുദ്ധിമുട്ട് മാറാൻ വേണ്ടിയിട്ടാണല്ലോ ഇപ്പോൾ ഇതൊക്കെ സഹിക്കണമെന്നുള്ളൊരു സമാധാനമേ ഉള്ളൂ. ഇതൊന്ന് സക്സസ് ആയി കിട്ടിയാൽ മതിയായിരുന്നു, ഇതോടുകൂടി എൻ്റെ ആ ബുദ്ധിമുട്ടൊന്ന് മാറി കിട്ടിയാൽ മതിയായിരുന്നു എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ കേട്ടോ. എന്നെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥന എൻ്റെ ഇക്കാക്കും വേണം. അവൻ പഴയതുപോലെ ഹെൽത്തി ആയിട്ട് വരാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി, ഇൻഫെക്ഷനൊന്നും ആവാണ്ട് നോക്കേണ്ടത് നമ്മളുടെ ചുമതലയാണല്ലോ. ശരിക്കും നമ്മളവിടെ വിസിറ്റിങ്ങിന് പോകാനേ പാടില്ല, പക്ഷേ ഒരു സമാധാനം ഇല്ലാഞ്ഞിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ ഇനി പോകുന്നതിന് മുന്നേ ഒരു ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ക്യാൻറ്റീനിലേക്ക് കൊണ്ടുപോവാണ്. വേണോ ചേച്ചത്? വേണോ? അപ്പോൾ ഇവിടെ കൊടുക്കും. ഇവിടെ ഒന്നുകൂടി ഹായ് ഹലോ പറയും. ഞാനും മനും ദിനും ഇനി വീട്ടിലേക്ക് പോവാണ്. ഹന ഞങ്ങളെ കൂടെ വരുന്നില്ല കേട്ടോ. ഹന ഇന്ന് ഹോസ്പിറ്റലിൽ നിൽക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. പക്ഷേ അവിടെ കുട്ടികളൊന്നും നിർത്തണ്ടെന്ന് അവിടുന്ന് പറഞ്ഞതുകൊണ്ട് ഇനി ഹനയും ഹയയും കൂടെ ഇക്കാക്കൻ്റെ വൈഫിൻ്റെ വീട്ടിലേക്ക് പോവാണ്. ഹയന അല്ലെങ്കിലും അവിടെ നിന്ന് മാറ്റണം. അവിടെ ഒരുപാട് വയറും കാര്യവും ഇക്കാക്കയ്ക്ക് മൂക്കിലൂടെ ഒക്കെ ട്യൂബ് ഇട്ടിരിക്കുകയാണ്. അവൾ എന്തെങ്കിലും പിടിച്ച് വലിച്ചാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇന്നൊരു ദിവസത്തേക്ക്, നാളെ ട്യൂബൊക്കെ എടുക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്നൊരു ദിവസത്തേക്ക് അയമോളെ ഇക്കാക്കൻ്റെ വൈഫിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത അപ്ഡേറ്റ്സൊക്കെ ആയിട്ട് ഞാൻ വരാം കേട്ടോ. ബൈ.